അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇപ്പൊ ആര് കപ്പ് എടുത്താലും ഇനിയിപ്പോ ഔട്ടായി പോയ ആരെങ്കിലും വിളിച്ച് കപ്പ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അനുവിന് അത് കിട്ടും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബ്രഹ്മാണ്ഡ ഷോ മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇപ്പോ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഫൈനൽ വീക്കാണ്. ഈ ഒരു വീക്കും കൂടെ കഴിഞ്ഞ ഫിനാലെയാണ് അല്ലെ. അപ്പോ ആരൊക്കെയുള്ളതെന്നും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ളതല്ല, ഈ ഒരു ഫൈനൽ വീക്കില് നോർമലി ബാക്കിയുള്ള എല്ലാ സീസണിലും നടക്കുന്നത് പോലെ തന്നെയുള്ള അതിൽ നിന്ന് ഔട്ടായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തിരിച്ചു വരുന്ന ഒരു പരിപാടി. അത് ബാക്കി എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ബാക്കി സീസൺസിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. കാരണം ഔട്ടായി പോകുന്ന ആളുകൾ വീണ്ടും വരുന്നു. അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ആണ് ഈ ലാസ്റ്റ് ഒരു വീക്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. നമ്മളെ ഈ ഒരു സീസൺ 7ലും ഇപ്പൊ ലാസ്റ്റ് വീക്ക് ആയപ്പോൾ ഔട്ടായി പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരുന്നു. ഇന്നലെ തൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ കുറച്ച് പേര് വരുന്നു, ഇന്നിപ്പോ കുറച്ച് പേര് വരുന്നതിന്റെ പ്രമോ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു വൃത്തികെട്ട വേറൊരു സീസണിലും കാണാത്ത ഒരു വൃത്തികെട്ട ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒരു സീസണിലും നമ്മൾ കാണാത്ത വളരെ മോശം ഒരു പരിപാടി ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിലും ഇന്നിപ്പോ ഇതുവരെ വന്നിട്ടുള്ള പ്രമോയിലും നമ്മളത് തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. മറ്റു സീസണിൽ കാണാത്ത ഈ സീസണിൽ കാണുന്ന ഒരു മോശം പരിപാടി എന്താണെന്ന് നമുക്ക് പറയുന്നതിന് മുൻപ് ആദ്യം നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് വരാം. നീയാണ് ഇവിടെ ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പോയ ആഴ്ച കഴിഞ്ഞപ്പോ നീ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ? അത് ഞാൻ പറയുന്നുണ്ടോ? ഒരു റിയൽ ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല. നീ ഇങ്ങനെയാണോ കാണിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും തീരാൻ പോവാ, ഫിനാലെ ആവാൻ പോവാ. ഇവിടെ തുടങ്ങിയ സാധനം ഇവിടെ തന്നെ തീർക്കാൻ നോക്ക്. ഇവളിപ്പോ എന്തൊക്കെ നാടകം കാണിച്ചോണ്ടിരിക്കുന്നത്. ആ പാവാനി ചേട്ടനെ, പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അടുത്ത്. കാര്യം ആ മനുഷ്യൻ ഇത്ര. ഇതാണ് ഇന്നലത്തെ എപ്പിസോഡ്. നമുക്ക് ഇന്ന് ഇപ്പോ വന്നിട്ടുള്ള ഒരു പ്രമോ ഉണ്ട്. ആ ഒരു പ്രമോ കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്റെ അനു അനീഷിന്റെ അടുത്ത് എന്താ കാണിച്ചത്? കൈയും കലാശവും കാണിച്ച് ഈ ചായാന്നും വിളിച്ച് ഇങ്ങനെയും ഈ അപ്പായുടെ അടുത്ത് പോയിരിക്കുന്നതും അപ്പായുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂ. നിങ്ങൾ ഉണച്ചി ഇമാതിരി ചെറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ കൈ വെച്ചിട്ട് എന്നോട് ഇറങ്ങി പോകുന്നത്. നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കോ. ഈ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ? ഓൾറെഡി നിങ്ങൾ ബിഗ് ബോസിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡും ഈ പ്രൊമോയും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഇത് കാണുന്ന അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും ഈ വൃത്തികെട്ട കളി എന്താണെന്നുള്ളത്. കാരണം എല്ലാ സീസണിലും ഈ ഔട്ടായി പോകുന്ന ആളുകളെ ഈ ഫൈനൽ വീക്കിൽ തിരിച്ചു വരിക. അവർ തിരിച്ചു വരുന്നതിലൂടെ അവര് ആ ഒരു സമയത്ത് അതിനു മുൻപ് അവര് കണ്ടസ്റ്റൻസ് ആയിട്ട് നിന്നിരുന്ന സമയത്തൊക്കെയുള്ള അവരുടെ ഒരു മെമ്മറീസ് എല്ലാം റീകളക്ട് ചെയ്യുക. ആ ഒരു ഇമോഷനൊക്കെ പ്രേക്ഷകരിലേക്ക് ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കുക. അതിലൂടെ പ്രേക്ഷകരെയും ആ ഒരു കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ആ ഇമോഷൻസിനൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക. ആ മെമ്മറീസ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഈ കഴിഞ്ഞ സീസൺ വരെയും ഉദ്ദേശിച്ചിരുന്നത്. ഈ സീസണിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ടായി പോയ ആളുകളെ അവർ തിരിച്ചു വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഓൾറെഡി എലിമിനേറ്റഡ് ആയി പോയ ആളുകൾക്ക് പുതിയൊരു ഗെയിം കളിച്ചു തുടങ്ങാൻ വേണ്ടിയല്ല ഇവരെ ആരെയും ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. അല്ലെങ്കിൽ പുതിയൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ഉള്ളിലേക്ക് വരാനല്ല ഇവരെ ആരെയും തിരിച്ചു വിളിക്കുന്നത്. പക്ഷെ ഇതുവരെ ഒരു സീസണും കാണാത്ത വിധത്തില് ഏറ്റവും മോശമായിട്ട് ഈ എലിമിനേറ്റഡ് ആയി പോയ വ്യക്തികളെല്ലാം കൂടെ അവരുടെ ഇവര് വെരി ഫസ്റ്റ് ടൈം ഇതില് കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നപ്പോ പോലും ഇല്ലാത്ത അത്രയും പ്ലാനിങ്ങും ഗെയിം സ്ട്രാറ്റജിയും കൊണ്ടാണ് ഇപ്പൊ ഇവര് ഈ ഫിനാലെ വീക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല. അനുവിനെ തന്നെ ഇവര് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കണ്ടസ്റ്റൻസ് എല്ലാം നീങ്ങുന്നത്. ഇതുവരേക്കും തിരിച്ചു കയറിയിട്ടുള്ള ഫിനാലെ വീക്കിൽ എലിമിനേറ്റഡ് ആയിപ്പോയിട്ട് തിരിച്ചു കയറിയിട്ടുള്ള വ്യക്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ വേറൊരു സീസണിലും കണ്ടിട്ടില്ല. കാരണം ഇവര് അവിടെ നിന്ന് എലിമിനേറ്റഡ് ആവുന്ന ആ മൂമെന്റിൽ ഇവരുടെ ഗെയിം അവസാനിച്ചു. ഇവർക്ക് പിന്നെ വേറെ ഗെയിം ഒന്നുമില്ല. ഇവർ പിന്നെ ഔട്ട്സൈഡേഴ്സ് ആണ്. സാധാരണ കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന്റെ പോലത്തെ ആളുകളാണ്. അതല്ലാതെ ഇവരൊരു ഫിനാലെ വീക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവരെ മെന്റലി അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവരെ ഗെയിമിനെയും അവരുടെ വോട്ടിങ്ങിനെയും അവരുടെ പെർഫോമൻസിനെയും അവരെ ഒരു മെന്റൽ ഹെൽത്തിനെ എല്ലാം എഫക്ട് ചെയ്യുന്ന തരത്തില് പെരുമാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് എഫക്ട് ചെയ്യാവുന്ന രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവരെ ഒന്നും തിരിച്ചു കയറ്റും. പക്ഷെ അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അതാണ്. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഔട്ടായി പോയ കണ്ടസ്റ്റന്റ് ബിഹേവ് ചെയ്ത രീതിയാണെങ്കിലും ഇപ്പൊ പ്രമോല് കാണുന്ന രീതിയിൽ ബിൻസി അടക്കമുള്ള കണ്ടസ്റ്റൻസ് അനുവിന്റെ അടുത്ത് പെരുമാറുന്ന രീതിയാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് അനുവിന്റെ പെർഫോമൻസിനെയും അനുവിന്റെ വോട്ടിങ്ങിനെയും എല്ലാം എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കളിക്കുന്ന കളിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഗെയിം, ഏറ്റവും വൃത്തികെട്ട ഗെയിം. കാരണം ഇവര് അവിടുന്ന് ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് ആണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം സ്ട്രാറ്റജിയോ ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ
ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഫിനാലെ ലാസ്റ്റ് മൊമെന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഇവരിങ്ങനെ കണ്ടസ്റ്റന്റിനോട് കാണിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇപ്പൊ ആര് കപ്പ് എടുത്താലും, ഇനിയിപ്പോ ഔട്ടായി പോയ ആരെങ്കിലും വിളിച്ച് കപ്പ് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ അനുവിന് അത് കിട്ടരുത്. അതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് ന്യായീകരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂട്ടുപിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ PR എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തതുപോലെയാണ് ഈ PR-നെ നമ്മൾ വരുത്തി തീർത്തിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും PR ഒരു മോശം കാര്യമല്ല. എന്താണ് ജനങ്ങളിലേക്ക് അവരെ എത്തിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഈ PR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അനു മാത്രമല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അനുവിന്റെ ഗെയിമിനെയും അനുവിന്റെ വോട്ടിങ്ങിനെയും എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അനുവിന്റെ ഗെയിമിനെ എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷെ അതാണെന്ന് മാത്രം. ഇതൊരിക്കലും അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഇത്തരത്തിലുള്ള മോശം ഗെയിം അവിടെ ഈ ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് വന്ന് നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകടനം, ഈ ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് ഈ ലാസ്റ്റ് വീക്കിൽ, ഈ ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് സംസാരിക്കണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിന് സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവിടെ ഈ പറയുന്ന അനു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണമെന്നോ വിചാരിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. പക്ഷെ ഇവർ ഈ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ടോപ്പ് 5 ആരൊക്കെ വരുന്നു, ആരായിരിക്കും കപ്പ് എടുക്കുക എന്നുള്ളതും, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.